Okay, good morning dear students. നമ്മൾ ഈ പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് പവർ ആൻഡ് അതോറിറ്റി. നമ്മൾ ഇതുവരെ കഴിഞ്ഞതിൻ്റെ ഒരു ഫോളോ അപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത്. പവർ എന്താണ് പവർ? പവർ നമുക്കറിയാം സ്ട്രെങ്ത് ആൻഡ് കപ്പാസിറ്റി അല്ലേ. കപ്പാസിറ്റി എന്നുള്ള അർത്ഥമുണ്ട്, സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത്തിലെ ശക്തി എന്നുള്ളതാണ് പവർ. നെക്സ്റ്റ് അതോറിറ്റി നമുക്കറിയാം, ഒരു അതോറിറ്റി അതായത് കുറേ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒരു അതോറിറ്റി വേണം. ഇല്ലെങ്കിൽ എന്താവും മൊത്തത്തിൽ തന്നെ എന്തായി പോകും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി പോകും. അതുകൊണ്ട് തന്നെ അവരെ നോക്കാനും കെയർ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ലീഡ് ചെയ്യാനൊക്കെ ഒരാൾ വേണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത്. ഈ അതോറിറ്റി ആൻഡ് പവർ ഒരുമിച്ച് കൂടുന്നതാണ് പൊളിറ്റിക്സ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, പവർ ആൻഡ് അതോറിറ്റി എന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറയുന്നത്. അത് തന്നെ ടൈപ്സ് ഓഫ് അതോറിറ്റി, ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആൻഡ് ബ്യൂറോക്രസി എന്നാൽ എന്ത്, മാക്സ് വെബർ എന്താണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ നമ്മളെ കണ്ടന്റ് വരുന്നത് എന്താണ്, കാൾ മാക്സ് പറഞ്ഞ ഒരു ക്ലാസ് സ്ട്രഗിളും പിന്നെ ഓർഡിനറി നോർമൽ എന്താ പറയുക പീപ്പിൾസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതെങ്ങനെ അത് പവറുമായി ബന്ധപ്പെടുന്നു, പൊളിറ്റിക്സിലേക്ക് അതെങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നതെന്നൊക്കെ നമ്മൾ ഓരോ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് പോലെ അതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു പാർട്ടിലുള്ളത്. ഇതിലാണ് കാൾ മാക്സ് ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ, ടൈപ്സ് ഓഫ് അതോറിറ്റി. ഓക്കെ, നമുക്ക് ഇതിൽ പറയാൻ നെക്സ്റ്റ് ഇത് മിസ് ജസ്റ്റ് ഇതിന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം, ഒബ്ജക്റ്റീവ്സും വായിക്കാം. Understand the concept of power and authority has explained in Max Weber. Okay, show the concession between Weber's type of social action and types of authority. അപ്പോൾ നമുക്ക് മാക്സ് വെബർ എന്താണ്, അദ്ദേഹത്തിന് അക്കോർഡിംഗ് ടു മാക്സ് വെബർ വാട്ട് ഈസ് social action and types of authority, and describe the detail of three types of authority, namely traditional and rational and legal. മൂന്ന് തരം അല്ലേ ടൈപ്സ് ഓഫ് അതോറിറ്റി. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ബ്യൂറോക്രസി. എന്താണ് ബ്യൂറോക്രസി, വാട്ട് ഈസ് ബ്യൂറോക്രസി ആൻഡ് ഇൻസ്ട്രുമെന്റ് ഫോർ ഓപ്പറേഷൻ ഓഫ് നാഷണൽ ലീഗൽ അതോറിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് എന്താണ് പവർ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പവർ. പവർ ഈസ് എ കപ്പാസിറ്റി ഓർ എ സ്ട്രോങ്. And in the first section there is a brief discussion of sociological concept of power. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ സോഷ്യോളജിക്കൽ പവറിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു എന്തിനെ പറ്റി പറഞ്ഞു, നമ്മുടെ പൂർവികരായ നമ്മൾ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലൊരു ഗ്രൂപ്പാണ് ഹോമോസാപ്പിയൻസ്. അവർ വന്ന ലാർജ് ആൻഡ് സ്മോൾ ഗ്രൂപ്പ് വന്നതും അതോറിറ്റി അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ്, അവരെ അതായത് പാവങ്ങളായ ആളുകളെ ഭരിക്കുന്ന കുറച്ചും കൂടി പവറുള്ള ശക്തിയുള്ള ആളുകൾ, പാവങ്ങളായ ആളുകളെ ശക്തിയുള്ള ആൾ എന്ത് ചെയ്യും, ഭരിക്കും. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ പവർ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും, ഒരു സംഭവം വരുന്നത്. ആ പവറാണ് അധികാരം എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കൊക്കെ വരുന്നതെന്നാണ് നമ്മുടെ മാക്സ് വെബർ എന്താ പറയുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം എന്താ ഡിഫൈൻ ദ പവർ ആസ് എ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ പറഞ്ഞതിന് വീണ്ടും അദ്ദേഹം എന്താണ് പറഞ്ഞത്, മാക്സ് വെബർ പറഞ്ഞ കാര്യം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഉള്ള സംഭവമാണ് എന്ത്, പവർ എന്ന് പറഞ്ഞത് അല്ലേ. വി മസ്റ്റ് ഡിഫൈൻ വാട്ട് ദ മീൻ ഓഫ് പവർ. ഡെഫിനിഷൻ ഓഫ് പവർ ഈസ് നോട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് വൺ മൈറ്റ് തിങ്ക് certainly we have a experience power is some way perhaps influence of friend who pursued and forcibly by snatching smartphone at the gun point. Power is encountered every day അല്ലേ. ഏത് വഴി നോക്കി ഇപ്പോൾ ന്യൂ ജനറേഷൻ നോക്കുമ്പോൾ പവർ എവിടെ എന്തിലും നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ജസ്റ്റ് പവർ ഉള്ളവർക്ക് അവിടെ സംസാരിക്കാനൊരു ധൈര്യവും ആത്മവിശ്വാസവും തൻ്റെ ഇടമെന്നൊക്കെ പറയുമ്പോൾ ഒരു പവറിൻ്റെ വേറൊരു ഭാഗമാണ് അല്ലേ. അങ്ങനെയുള്ള പാവങ്ങളായി നിൽക്കുന്നു, എപ്പോഴും എന്ത് ഈ പാവങ്ങളായി നിൽക്കുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, പവർ എന്നുള്ള ചെറിയൊരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഇൻ ഓർഡിനറി യൂസേജ് ഓഫ് ദ ടേം പവർ മീൻസ് സ്ട്രെങ്ത്. ഓർഡിനറി സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പവർ. എല്ലാ കുഞ്ഞു കുട്ടികൾക്ക് വരാറ് എനിക്ക് പവർ ഉണ്ട്, എനിക്ക് പവർ ഉണ്ട്, എനിക്ക് അധികാരം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്, സ്ട്രെങ്ത് ഓർ കപ്പാസിറ്റി ദാറ്റ്സ് മീൻ കൺട്രോൾ. ഓക്കെ, എല്ലാത്തിനും ഉപരി ഏറ്റവും ലാസ്റ്റ് വേർഡ് പറയുന്നത് കൺട്രോൾ ആണ്. എന്ത് കൺട്രോൾ ചെയ്യുക, ഇനിയിപ്പോൾ സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ ഒരു സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി, അവിടെ പവർ ഉണ്ട്. ഒരു നാഷൻ, നമ്മൾ ഇന്ത്യ, എക്സാമ്പിൾ ഇന്ത്യയെ നമ്മൾ പ്രതിനിധീകരിക്കും, ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നത് അവിടെ പവറാണ്. അപ്പോൾ പവർ എന്നുള്ള മീനിങ് എല്ലായിടത്തും എപ്പോഴും നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അത് അത്യാവശ്യ ഘടകവുമാണെന്നാണ് നമ്മുടെ മാക്സ് വെബർ പറയുന്നത്. ദ വർക്ക്സ് ഓഫ് കാൾ മാക്സ്. ഇനി കാൾ മാക്സും മാക്സ് വെബറും വേറെ വേറെ, നിങ്ങൾ മാറിപ്പോകരുത്. കാൾ മാക്സ് ആണ് ക്ലാസ് സ്ട്രഗിളൊക്കെ പറഞ്ഞത് അല്ലേ. പക്ഷെ
മാക്സ് വെബർ നേരത്തെ എന്താ പറഞ്ഞത്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഈ 3 +++ വെച്ചിട്ടാണ് എന്തിനാ അദ്ദേഹം അളന്നത്, അദ്ദേഹം ഡിഫൈൻ ചെയ്തത് പവറിനെ ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചാണ്. പക്ഷേ കാൾ മാക്സ് അദ്ദേഹം വേറെ മാറിപ്പോയത്, കാൾ മാക്സ് ക്ലാസ് സ്ട്രഗിൾ, സാധാരണക്കാരായ ആളുകളെ അധികാരി വർഗം, അതായത് കുറച്ച് ഹയർ കാസ്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അതൊരു സത്യമാണ് എന്നാണ് ആര് പറഞ്ഞത്, കാൾ മാക്സ് പറഞ്ഞത്. അപ്പോൾ മാക്സ് വെബറും കാൾ മാക്സും വേറെ വേറെയാണ്, ശ്രദ്ധിക്കുക കേട്ടോ, മാറിപ്പോവരുത്. ഓക്കെ, കാൾ മാക്സ് മിസ് വായിച്ചുതരാം. ദ വേർഡ്സ് ഓഫ് കാൾ മാക്സ് ആൻഡ് സെർവ് ദ ക്ലാസിക് ഫൗണ്ടേഷൻ ഫോർ ദി ഡിഫൈനിങ് പവർ. മാക്സ് എസ്റ്റാബ്ലിഷ്ഡ് ദാസ് എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് ലൈക്ക് കോർപ്പറേഷൻസ് ആൻഡ് ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ. നമുക്കറിയാം ക്യാപിറ്റൽ മീൻസ് ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ മൂലധനം അല്ലേ, അതായത് ഒരു ഭൂമി, അദ്ദേഹം ക്ലാസ് സ്ട്രഗിൾ, ഭൂമി, മൂലധനം, അങ്ങനെയുള്ള ലാഭം, അത് തൊഴിലാളി വർഗം ഏറ്റവും കാൾ മാക്സ് പറയുന്നത് എപ്പോഴും അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നത് ആരെ പറ്റി തന്നെയാണ്, നമ്മുടെ തൊഴിലാളി വർഗം. തൊഴിലാളി വർഗത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മുതലാളി വർഗം. അപ്പൊ അവിടെ പവർ ആർക്കാണ്, മുതലാളി വർഗത്തിനാണ് പവർ. അപ്പൊ അദ്ദേഹം ആരുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, കാൾ മാക്സ് നമ്മുടെ ഈ ഒരു ക്ലാസ് സ്ട്രഗിൾ ഉള്ള, അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ അധ്വാനം, അതിനകത്ത് കൂലി കിട്ടുന്നില്ല, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുടെയാണ് കാൾ മാക്സ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ കാൾ മാക്സിൻ്റെ ഒരു എസ്സേയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാൾ മാക്സ് വർഗ സംഘട്ടനം, ക്ലാസ് സ്ട്രഗിൾ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനേഷൻ ലെവലിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആണ്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ക്ലാസ് സ്ട്രഗിൾ. പിന്നെ എന്ത് ചെയ്തു, ക്യാപിറ്റൽ, ഇമ്പോർട്ടൻസ് ടു, പിന്നെ എന്തിനാണ്, ക്യാപിറ്റലിന്, മൂലധനത്തിന് വേണ്ടിയിട്ട്. അത് ആർക്ക് കിട്ടണം എന്നാണ് പറയുന്നത്, നമ്മുടെ ക്ലാസ് വർഗത്തിന്, സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടണം. അവിടെ പവറായ മുതലാളി വർഗം ഇവരെ ഭരിക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരേപോലെ കൂലിയും സംരക്ഷണവും, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ ഒരിക്കലും ഡിസ്റ്റൻസ് ഉണ്ടാവരുത് എന്നാണ് ആര് പറയുന്നത്, കാൾ മാക്സ്. അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ നിങ്ങൾക്ക്, അത് ഇതിൽ കാൾ മാക്സ് റിലേറ്റഡ് ടു ഹാസ് എക്കണോമിക് നെക്സ്റ്റ് റൂട്ടഡ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പുവർ ആൻഡ് ഹയർ ക്ലാസ്സസ് അല്ലേ, പൂവറും ഹയർ ക്ലാസ്സസ് ഉള്ള ഒരു എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ, എക്കണോമിക് ഡിസ്റ്റൻസ് അല്ലേ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ കാൾ മാക്സ് പറയുന്നത്. നെക്സ്റ്റ് മാക്സ് വെബറും കാൾ മാക്സിൻ്റെയും മാക്സ് വെബറും തമ്മിലുള്ള സിമിലാരിറ്റി അല്ലെങ്കിൽ അനലൈസേഷൻ, ഇവർ രണ്ടാളും പറഞ്ഞത് എന്താണ്, ചിലപ്പോൾ ആ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാൾ മാക്സിന് വേറെ തന്നെയും ചോദിക്കും, മാക്സ് വെബർ എങ്ങനെയാണ് ഈ ഒരു പവർ എന്നുള്ളത് മീൻ ചെയ്തെന്ന് വേറെ ചോദിക്കും. ഇവർ രണ്ടാളും കൂടി സിമിലാരിറ്റി ചോദിക്കും. രണ്ടാളും ആശയ വിശകലനം ചെയ്യാനും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതോറിറ്റി. വാട്ട് ഈസ് അതോറിറ്റി? ദ ജർമ്മൻ വേർഡ് ഹെർസ്ചാഫ്, HERSCHAFT ഹെർസ്ചാഫ് എന്നുള്ള വേർഡിൽ നിന്നാണ് എന്തുണ്ടായത്, അതോറിറ്റി എന്നുള്ള വേർഡ് ഉണ്ടായത്. ഓക്കെ, വൈ വെബർ ഹാസ് ബീൻ വേരിയസ്ലി ട്രാൻസ്ലേറ്റഡ്. ഇതും അതോറിറ്റി എന്നുള്ള വേർഡും മാക്സ് വെബറിൻ്റെ ഒരു എന്താണ് കോൺട്രിബ്യൂഷൻ ആണ്. സം സോഷ്യോളജിസ്റ്റ് ടേം അതോറിറ്റി അതേഴ്സ് ഡോമിനേഷൻ ഓർ കമാൻഡ്. ഈ അതോറിറ്റി എന്നുള്ള വേർഡ് പല ഫിലോസഫേഴ്സും അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ എന്തും പറഞ്ഞിട്ടുണ്ട്, ഡോമിനേഷൻ ഓർ കമാൻഡ്. കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരാളെ കമാൻഡ് ചെയ്യുക, നമ്മൾ അവരെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതും അതോറിറ്റി. മിസ് ഇവിടെ ടിക്ക് ചെയ്യുകയാണ്, പവർ, അതോറിറ്റി, എലമെന്റ്സ് ഓഫ് ടൈപ്സ് ഓഫ് അതോറിറ്റി. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, അതോറിറ്റി എന്നുള്ള വേർഡ് വന്നത് ജർമ്മൻ വേർഡിൽ നിന്നാണ്. പല ഫിലോസഫേഴ്സ് ഡോമിനേഷൻ ഓർ കമാൻഡ് എന്നാണ് പറഞ്ഞത്. അതോറിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരാളെ കൺട്രോൾ ചെയ്യുക, ഒരാളെ നിയന്ത്രിക്കുക, ഓർഡർ ഇടുക, അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അധികാരി വർഗങ്ങളാണ് അവരുടെ താഴെയുള്ള സെക്ഷനോടാണ് അവരെന്ത് ചെയ്യുക, കമാൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്